ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞിന് മുട്ട കൊടുക്കാമോ? എപ്പോഴാണ് തുടങ്ങേണ്ടത്? എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പല അമ്മമാർക്കും സംശയം ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിന് മുട്ട നൽകുന്നതിനെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും നമുക്ക് നോക്കാം. മുട്ട എപ്പോൾ നൽകണം? സാധാരണയായി കുഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫുഡ്സ് തുടങ്ങാം. അതിനൊപ്പം തന്നെ മുട്ടയും ആരംഭിക്കാം. പഴയ കാലത്ത് അലർജി ഭയം കാരണം മുട്ട വൈകിയാണ് കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ ചെറിയ അളവിൽ ആരംഭിക്കാം എന്നാണ്. എങ്ങനെ തുടങ്ങണം? ആദ്യമായി മുട്ടയുടെ മഞ്ഞ മാത്രം കൊടുക്കുക. മുട്ട നല്ലതുപോലെ പുഴുങ്ങി മഞ്ഞ ഭാഗം എടുത്ത് നന്നായി മാഷ് ചെയ്ത് കൊടുക്കാം. ആദ്യ ദിവസം വളരെ ചെറിയ അളവ് മാത്രം കൊടുക്കുക. 1 സ്പൂൺ മതിയാകും. 2-3 ദിവസം കുഞ്ഞിനെ നിരീക്ഷിക്കുക. അലർജി ലക്ഷണങ്ങൾ, അതായത് ചൊറിച്ചിൽ, ചുവപ്പ്, വയറിളക്കം ഒന്നുമില്ലെങ്കിൽ അളവ് കൂട്ടാം. മുട്ടയുടെ വെളുപ്പ് എപ്പോൾ കൊടുക്കണം? മുട്ടയുടെ വെളുപ്പ് അലർജി ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. അതുകൊണ്ട് 8 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകാം. എങ്ങനെ കൊടുക്കാം? പുഴുങ്ങിയ മുട്ട മാഷ് ചെയ്ത്, കഞ്ഞിയോടൊപ്പം മിക്സ് ചെയ്ത്, പച്ചക്കറികളോടൊപ്പം ചേർത്ത്, ഉപ്പ്, മസാല എന്നിവ ഒഴിവാക്കി നൽകുക. മുട്ടയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുട്ട ഒരു സൂപ്പർ ഫുഡാണ്. പ്രോട്ടീൻ ധാരാളം, ശരീര വളർച്ചയ്ക്ക് സഹായിക്കും. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ കോളിൻ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി ബോൺ ശക്തമാക്കാൻ, അയറൻ അനീമിയ ഒഴിവാക്കാൻ സഹായിക്കും. ഹെൽത്തി ഫാറ്റ് വെയ്റ്റ് ഗെയിനിനും എനർജിക്കും നല്ലത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യമായി കൊടുക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ തുടങ്ങുക. ഒരേ സമയം പുതിയ ഭക്ഷണങ്ങൾ ഒന്നിലധികം ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അലർജി സിംറ്റംസ് ശ്രദ്ധിക്കുക. ഹാഫ് ബോയിൽഡ് മുട്ട കൊടുക്കരുത്, ഫുൾ ബോയിൽഡ് ആയിരിക്കണം. കുഞ്ഞിന് അലർജി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക. മുട്ട കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു ഭക്ഷണമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബേബി കെയർ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.